ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ മാത്രം. അത് നമ്മളൊരു ഡയറക്ടറാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ആക്ടർ എന്നുള്ള നമ്മളൊരു കൺസേൺ ചെല്ലുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിലൂടെ നമുക്ക് ഓരോ ലെസൺസാണ്. അതെ, ഇപ്പോൾ ജോഷിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വേറെ ടൈപ്പ്, ജോഷിയുടെ കൂടെ ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. ജോഷിയുടെ അടുത്ത ഷോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല. ശരി. നേരെ കുറിച്ച് മറ്റ് ചില ആളുകൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഷോട്ട് അറിയാൻ പറ്റും ഇന്നതാണെന്നുള്ളത്. നമ്മളും ഇത് പഠിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ. ജോഷിയുടെ ഒരിക്കലും മനസ്സിലാവുന്നതാണല്ലേ പറയാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലാത്ത എല്ലാവരും ഇൻവോൾവ് തന്നെ. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുകൾ നമുക്കത് നോക്കി കാണാൻ പറ്റും. അത് നമുക്ക് ഒരു ആസ് എൻ ആക്ടർ എന്നതിലും ആസ് എ ഡയറക്ടർ എന്നതിലും എപ്പോഴും പ്ലസ് തന്നെയാണ്. അവിടെ നമ്മൾ ഒരു ഇൻ്റർഫിയറൻസും നമ്മൾ നിൽക്കില്ല, മാറി നിന്ന് പഠിക്കലാണിത്. ഇപ്പോൾ ഡയറക്ടർ ഇപ്പോൾ ജോഷിയെ പേടിയാണ്. ജോഷി ചീത്ത പറയും. ജോഷി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചീത്ത പിടിക്കും. അപ്പോൾ ആളെന്തൊക്കെയാണെന്ന് പുള്ളി നോക്കിയൊന്നുമില്ല. നേരെ വിളിച്ച് ഇപ്പോൾ സിദ്ദീഖ്, ഡയറക്ടർ സിദ്ദീഖ് ഒരാളെയും വെറുപ്പിക്കില്ല. വളരെ നീറ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തൊക്കെ തെറ്റ് നമ്മൾ ചെയ്താലും വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ടൈപ്പ്. ഇപ്പോൾ പാച്ചിക്ക, അത് ഫാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാൻ വേണ്ട, കാരണം കംപ്ലീറ്റ് പുള്ളി കാണിച്ചു തരും. ഒരു ആക്ടർക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഫുൾ മൂവ്മെന്റ്സ്, ഡയലോഗ്, ലുക്ക്, എക്സ്പ്രഷൻ, മോഡൽ, നല്ല ആക്ടറാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ഒരു ഡയറക്ടറാണെന്നുണ്ടായ ഒരു ഭയങ്കര ഇൻസിഡന്റ് ആണ് അനീതി പ്രാവ് എന്നുള്ള പടമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഇത്രയും വർഷത്തെ പരിചയത്തിന് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അനീതി പ്രാവിൽ. മുമ്പേ എനിക്ക് നല്ല പരിചയമാണ്. പുള്ളി പഴയ ഒരു മിമിക്കായിരുന്നു. അതെ, അറിയാം. അപ്പോൾ അനീതി പ്രാവിൽ ഈ കടപ്പുറത്ത് പെങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ 3 ബ്രദേഴ്സ് വരുന്നൊരു സീനുണ്ട്. ആ സീനിൽ അരയന്മാരെല്ലാവരും കൂടി നിന്നിട്ട് ഞങ്ങളുടെ തന്തയ്ക്ക് വരെ വിളിക്കും.